നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ മദീന ഖലീഫ സൗത്തിലുള്ള ഒരു വീഡിയോ ആണ് ഞാൻ എടുത്തത്. സൗത്തിലുള്ള വീഡിയോ എന്ന് പറയുമ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാകും. ഇവിടെ ഒരു മെയിനായിട്ട് അൽമീര ഉള്ളത്. അൽമീരയുടെ അടുത്തൊരു പാർക്കുണ്ട്. ആ പാർക്കിൻ്റെ അതാണ് ഞാനിപ്പോൾ ചിത്രീകരിക്കുക. പാർക്കിനോടനുബന്ധിച്ചാണ് ഇവിടെ ടൗൺ വരുന്നത്. ഈ മദീന ഖലീഫ എന്ന് പറയുമ്പോൾ മദീനത്ത് ഖലീഫ സൗത്ത് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് തന്നെയാണ്. അതെന്ന് പറയുമ്പോൾ വളരെ അധികം ഒരു സംസ്കാരവും അതുപോലെ തന്നെ അതിനൊരു ഹിസ്റ്ററി ഉണ്ട്, ഒരു ചരിത്രമുണ്ട്. ചരിത്രം എന്ന് പറയുമ്പോൾ ഒരു 1970 ആ ഒരു സെറ്റിൽമെൻറ്റ് അല്ലെങ്കിൽ അവിടെ ഒരു പാർട്ടിയുടെ സമുച്ചയം ചെറുതായ രൂപയുണ്ട്. അത് നമ്മളെ ഇവിടെ ഉണ്ടായിരുന്ന സ്വദേശികൾക്ക് വേണ്ടിയിട്ട് ഉണ്ടായിരുന്ന അമ്പൽത്താനെയാണ് ചെയ്യുന്നത്. ഇത്തരം ഒരു സംരംഭം അവിടെ തുടങ്ങുന്നത്. ചെറിയ രീതിയിൽ ഹോട്ടൽസിന് വേണ്ടിയിട്ടുള്ള അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പാർട്ടികൾ ചെയ്ത് മാറുകയാണ്. പിന്നീട് അവിടെ പല ആളുകളും അതിനുശേഷം 70-ന് ശേഷം പിന്നെ വിദേശികളെ കുടിയേറ്റം ഉണ്ടാവുകയും വിദേശികൾ വർക്കേഴ്സായിട്ട് വരികയും പിന്നെ അവിടങ്ങളിൽ ലോക്കൽസ് കുറേ ഭാഗം അവിടെ നിന്ന് ഒഴിവായി പോയിട്ട് വേറെ സ്ഥലങ്ങളിൽ സെറ്റിൽമെൻറ്റ് ചെയ്ത് കൂടുതലും ആൾക്കാർ വിദേശികൾ അവിടെ താമസിക്കുന്നുണ്ട്. അവർ തന്നെ ചെറിയ ചെറിയ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ഹോട്ടലുകൾ, അതുപോലെ തന്നെ ക്ലിനിക്കുകൾ, ചെറിയ ചെറിയ സലൂണുകൾ, ലോണ്ടറി, അതുപോലെയുള്ള കൊമേഴ്ഷ്യൽ ഷോപ്സ് അവിടെ വരാൻ തുടങ്ങി. അതാണ് അൽമീര ചേർന്ന് കുറേ ഏരിയകളും അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ ഏരിയകളും രൂപപ്പെട്ടു. ധാരാളം വിദേശികളവിടെ റെൻറ്റിന് താമസിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇന്നത്തെ മദീന ഖലീഫ സൗത്ത് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇപ്പം പല ദേശക്കാരും ഇടകലർന്ന് അല്ലെങ്കിൽ മിക്സിങ് കൾച്ചറായിട്ടാണ് അവിടെ അറിയുന്നത്. ഇവിടെയുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മുടെ മുറൂറിൻ്റെ അല്ലെങ്കിൽ ഇവിടുത്തെ ട്രാഫിക് പോലീസിൻ്റെ ആസ്ഥാനം ഇവിടെയുണ്ട്. അത് വളരെയധികം ശ്രദ്ധ ആകർഷിക്കുന്ന ഇതിൻ്റെ ട്രാഫിക്കിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഇവിടെയുണ്ട്. ഇവിടുത്തെ ഈ പാർക്കിൻ്റെ അടുത്ത് തന്നെയായിട്ടാണ് ട്രാഫിക്കിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത്. അതിമനോഹരമായ 4 പാർക്കുകൾ ഇവിടെയുണ്ട്. ജനങ്ങൾക്ക് എൻ്റർടൈൻമെൻറ്റിന് ഏറ്റവും നല്ലൊരു ഏരിയയാണ്. പിന്നെ ഒരു തരം നല്ലൊരു വൈബ് കിട്ടുന്ന, ഇപ്പം നമ്മൾ ഈ ഖത്തറിലാണെങ്കിൽ ഏറ്റവും നല്ലൊരു വൈബ് കിട്ടുന്ന ഏരിയയാണ്. പച്ചപ്പ് നിറഞ്ഞ അല്ലെങ്കിൽ ശുദ്ധമായ വായു ശ്വസിക്കാവുന്ന മരങ്ങൾ നിറഞ്ഞു നിൽക്കുന്നത്. നമ്മുടെ ദുബായിലൊക്കെ ആണെങ്കിൽ അലീനെ അലീനൊക്കെ പോകുന്ന സ്ഥലമാണ് മദീന ഖലീഫ എന്ന് പറയുന്ന ഖത്തർ. ഇവിടെയുള്ള ആളുകൾക്ക് ശുദ്ധവായു ശ്വസിക്കാനും വളരെയധികം മിങ്കിളായിട്ട് അല്ലെങ്കിൽ ഒരു മിക്സ്ഡ് കൾച്ചറാണ് ഇവിടെയുള്ളത്. പല രാജ്യങ്ങളിലെ ആൾക്കാർ ഇവിടെ സ്റ്റേ ചെയ്യുന്നുണ്ട്. കൂടുതലും ലോക്കൽസിന് സാന്നിധ്യം ഇവിടെ ഇല്ല. അതിലും കൂടുതൽ മറ്റുള്ള ആൾക്കാരാണ് ഇവിടെ താമസിക്കുന്നത്. ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, ഇതിന് ചുറ്റുമായിട്ട് ഈ പാർക്കിന് ചുറ്റുമായിട്ട് ഇവിടെ ടൗണ് ശുചീകരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത്തരം ഒരു സംവിധാനങ്ങളൊക്കെ ഇവിടെയുണ്ട്. ഇത് നമ്മളെ എപ്പോഴും പിന്നെ നമ്മൾ ഖത്തറിലെത്തിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ താമസിക്കാൻ അനുയോജ്യമായിട്ടുള്ള മിതമായ റെൻ്റുള്ള ഒരു ഏരിയ ആയിട്ട് ഇത് നമുക്ക് കാണാം. താമസിക്കാനുള്ള സൗകര്യങ്ങൾ മാത്രമല്ല, നമുക്ക് അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ ആണെങ്കിൽ മാളുകളും മറ്റും ഇവിടെ തന്നെയുണ്ട്. മെട്രോ സർവീസ് ഉണ്ട്. മെട്രോ സർവീസ് ആണെങ്കിൽ ഇവിടെ നിന്ന് പിന്നെ മെട്രോ സർവീസ് ബസ്സുകളുണ്ട്. ബസ്സുകളിൽ കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെട്രോ സ്റ്റേഷനിലേക്ക് പോകാനുള്ളൊരു ഇതുണ്ട്. പിന്നെ സാധാരണയായിട്ടുള്ള ബസ്സുകൾ, അതുപോലെ യൂബർ ടാക്സികൾ എല്ലാം അവൈലബിളാണ്. ഈ പാർക്ക് വളരെ ഒരു വൈബുള്ള പാർക്കാണ്. എന്ന് വെച്ചാൽ സാധാരണ ഇത് ഫാമിലിക്കാണ് കൊടുക്കുന്നത്. പിന്നെ ഫാമിലി ഇല്ലാത്ത ചില സമയങ്ങളിൽ ബാച്ചിലേഴ്സിന് അവിടെ പോയിട്ട് അവിടെയുള്ള വിശ്രമിക്കുന്ന ബെഞ്ചുകളിൽ പോയിട്ട് ഇരിക്കാൻ പറ്റും. ഫാമിലിയാണ് സാധാരണ ഇത് യൂസ് ചെയ്യുന്നത്. പിന്നെ നല്ല ഒരു ചെറിയ ഒരുവിധം വളരെയധികം വലിപ്പമുള്ളതല്ല, എന്നാലും വളരെ മോശമില്ലാത്ത രീതിയിൽ നല്ല വൃത്തിയുള്ള മനോഹരമായ സെറ്റപ്പ് വരുന്നുണ്ട്.
നമ്മുടെ നാട്ടിലും ഇത്തരം സിറ്റി സമുച്ചയങ്ങൾ പാർക്കുകളുണ്ടാക്കുകയാണെങ്കിൽ വളരെ നല്ലത്. സിറ്റി രൂപപ്പെടുമ്പോൾ അതിന് ഒരു പാർക്ക് സംഭവം അത്രയധികം വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കും. പിന്നെ ഞാനിപ്പോൾ അതിൻ്റെ ബാക്ക് സൈഡിലുണ്ട്. ബാക്ക് സൈഡിന് ഈ ഹോട്ടലിനൊക്കെ അപ്പുറത്തായിട്ടാണ് മുറൂറിൻ്റെ ആസ്ഥാനം. മുറൂർ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ മുറൂറിൻ്റെ ആസ്ഥാനം എല്ലാവിധ മുറൂർ സ്റ്റേഷനുകൾക്ക് ആസ്ഥാനമായിട്ടുള്ളത് അതാണ്. ഇവിടെയാണ് മെയിൻ ആയിട്ടുള്ള പിന്നെ ഇതിൻ്റെ ട്രാഫിക്കിൻ്റെ മുറിയിലൊക്കെ ഇവിടെയാണ് ശാന്തമായിട്ടുള്ളത്. അതുപോലെ തന്നെ എന്നാലും നല്ല കുറച്ച് ക്രൗഡഡ് വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയ ആണ്. വൈബ് വരുന്ന സ്ഥലമുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗം തന്നെയാണിത്. അപ്പോൾ നമുക്ക് ഈ ഏരിയ എന്നും ഇവിടെ ഇപ്പോൾ ഖത്തറിലാണെങ്കിലും വിദേശത്താണെങ്കിലും ഖത്തറിൽ വരുന്നവരാണെങ്കിലും ഈ ഏരിയ എപ്പോഴും നമുക്ക് സന്ദർശിക്കാം. എനിക്ക് പറയാം, ഇവിടെ 2 ദിവസം സ്റ്റേ ചെയ്തിട്ട് ഇവിടെയെല്ലാം കറങ്ങി ഇവിടെയുള്ള റെസ്റ്റോറൻറ്റ് രുചികരമായിട്ടുള്ള മലയാള ഭക്ഷണം, ചായ അതുപോലെ എല്ലാം കിട്ടുന്ന റെസ്റ്റോറൻറ്റ് സമുച്ചയങ്ങൾ വരും. അതാണ് ഏറ്റവും വലിയത്. പിന്നെ ഒരുവിധ സാധനങ്ങളൊക്കെ അൽമീരയിൽ കിട്ടും. അൽമീര എന്ന് പറയുന്നത് ഇവിടുത്തെ റീറ്റെയിൽ ഔട്ട്ലെറ്റാണ്. ഒരു വലിയൊരു ശൃംഖല തന്നെയാണത്. ഇവിടുത്തെ സ്വദേശികൾ സംരംഭമാണ്. പക്ഷേങ്കിലും നമുക്ക് ഒരു മിതമായ വിലയിലുള്ള സാധനങ്ങളുണ്ട്. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലുതെന്ന് പറഞ്ഞാൽ ഇതിനടുത്ത് മോസ്ക് ഉണ്ട്. മോസ്ക് വളരെയധികം വലിയ ഈ ഏരിയയ്ക്ക് ഒരു വലിയൊരു കാര്യമായിട്ടുള്ള ഇതാണ് ഇവിടുത്തെ മോസ്ക്. ഈ മോസ്കിന് പ്രാധാന്യമുണ്ട്, കാരണം ഇതൊരു വലിയ മോസ്കാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഈ സിറ്റി ചെറിയ ടൗണിൻ്റെ ഒരു തൊട്ട് മധ്യത്തിലായിട്ട് നിൽക്കുന്നത് മോസ്കിനോട് ചേർന്ന് തന്നെയാണ് നമ്മൾ അൽമീരയിൽ കയറുന്നത്. നമ്മൾ കണ്ടില്ലേ ഇപ്പോൾ ഈ മോസ്ക് കാണുന്നത് നിങ്ങൾക്ക് കാണാം. അതിനോട് ചേർന്ന് ചെറിയ വീട്ടിലെ കോംപ്ലക്സുകളായിട്ടുണ്ട്. ഇത് ഇപ്പുറത്ത് കാണുന്നതെന്ന് പറയുമ്പോൾ നമുക്ക് പാർക്കിലാണെങ്കിൽ റെൻറ്റിനുള്ള ചെറിയ ബാച്ചിലേഴ്സ് എല്ലാം കൂടുതൽ ഫാമിലികളാണ്. ബാച്ചിലേഴ്സും ഉണ്ടാകും, മിക്സ് ആയിട്ടുണ്ടാകും. അപ്പോൾ കൂടുതൽ ഫാമിലി ഏരിയയാണ് റോഡ്. അത്രയാണുള്ളത് ഈ വിശേഷം.